ഹലോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫുൾ ഡേ മോർണിംഗ് ടു ഈവനിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഡോർ തുറക്കാൻ വേണ്ടി വരുമ്പോഴേക്ക് ഉപ്പ എണീറ്റിട്ടുണ്ടായിരുന്നു. ഉപ്പ ഡോറൊക്കെ തുറന്ന് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ട് ഉപ്പ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഞാൻ വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കും. വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചായക്ക് വേണ്ടിയിട്ട് വെക്കണം. അപ്പം പാലും വെള്ളവും എല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് ഞാൻ ചായക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ചായ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയും പാലും വെള്ളവും എല്ലാം കൂടി ഒന്നിച്ച് വെച്ചിട്ട് പോവും. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഒരു ടൈമിങ് തിരിയും. നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും അത് തിളക്കാനുള്ള ആ ഒരു പരുവം മാത്രമേ ആവുള്ളൂ കേട്ടോ. കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മയില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഉമ്മ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. തറവാട്ടിൽ ഉമ്മാമ്മൻ്റെ ആണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നു. പിന്നെ ഇനി കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ചിന് മാഗി വേണമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിനെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ആറാൻ വേണ്ടി വെക്കണം. ആ സമയത്ത് 2 മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയൊക്കെ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് മാറ്റി വെക്കും. അതിങ്ങനെ ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതെടുത്തിട്ടൊന്ന് മാറ്റി വെക്കും. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ മാഗി ഉണ്ടാക്കലാണ്. ആദ്യം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് തക്കാളിയും പച്ചമുളകും ഒരു ചെറിയ പച്ചമുളകാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റും ഞാൻ. എന്നിട്ടാണ് ഞാൻ മാഗി ഉണ്ടാക്കൽ. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് കുറച്ച് വെള്ളത്തിൽ മാഗി മസാല പൗഡർ ഇട്ടിട്ട് അങ്ങനെ ആക്കിയാലും മതി. ആദ്യമൊക്കെ ഞാൻ അങ്ങനെയാണ് ആക്കൽ. പിന്നെ ഇപ്പം കുറച്ചായിട്ട് ഞാനിങ്ങനെ കുറച്ച് തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് അന്നേരം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് മാഗി മസാലയും പിന്നെ അതുപോലെ മാഗിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് അത് വേവാൻ പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് അങ്ങനെ അത് ഒരു ഭാഗത്താവുന്നുണ്ട്. അപ്പോഴൊക്കെ കുട്ടികളുടെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അവർ എണീറ്റിട്ടുണ്ട്. അർമാൻ എണീറ്റിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ 2 ആളുടെ യൂണിഫോം അയൺ ചെയ്ത് വെച്ചു. മോനും മോളും ഉണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ മാഗി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് പഴം വാട്ടാമെന്ന് വിചാരിച്ചു. പഴം വാട്ടലാണ്. അപ്പോൾ അർമാന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാട്ടുന്നത്. അപ്പോഴേക്കും അവനക്ക് ഭയങ്കര തിരക്ക്. പിന്നെ അത് മാത്രമല്ല കഴിക്കാനും നേരമില്ല. പിന്നെ പൊള്ളുന്നു പറഞ്ഞിട്ട് കഴിച്ചിട്ടുമില്ല. ഞാൻ അങ്ങനെയല്ല 1-2 പഴം കൊടുത്തു. അവൻ തിന്നുന്നില്ല. വെറും ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ പോവില്ല 2 ആളും. അങ്ങനെ ഞാൻ ടിഫിനിൽ മാഗി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ആളുടെ ടിഫിനും വെള്ളവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബോട്ടിലും. അർമാൻ അങ്ങനെ പോയി കേട്ടോ. ഇത് തന്നെയാണ് രാവിലത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഒന്നും കഴിക്കില്ല, വെറും ചായ മാത്രം കുടിച്ചിട്ടാണ് പോകാൻ. അപ്പോഴേക്ക് നമ്മുടെ പഴം വാട്ടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മൊത്തത്തിൽ. അങ്ങനെ പിന്നെ എസാച്ചു എണീറ്റ്, ഓളും ഫ്രഷായി. നമ്മൾ 2 ആളും ചായ കുടിക്കലാന്ന് കേട്ടോ. ഞാനും ആ സമയത്താണ് ചായ കുടിക്കുന്നത് എണീറ്റിട്ട്. അപ്പോൾ എസാച്ചുവിന് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പഴവും തിന്നിട്ടില്ല, മുട്ടയോ ഒന്നും തിന്നിട്ടില്ല. അങ്ങനെ ഞാൻ ചായയും മുട്ടയൊക്കെ കുടിച്ചു. പിന്നെ എസാച്ചുവിനെ മുടി കെട്ടിക്കൊടുക്കണം. ഓള് യൂണിഫോമൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഇടും, ഷൂ ഒക്കെ ഇടും. പിന്നെ മുടി 2 ഭാഗത്ത് കെട്ടിക്കൊടുക്കേണ്ടതുകൊണ്ട് ഞാനാണ് കെട്ടിക്കൊടുക്കൽ. മുടി കെട്ടിക്കൊടുക്കുക, പൗഡർ ഇട്ട് കൊടുക്കലും അങ്ങനെ ഒരിക്കലും ഞാനാണ് കേട്ടോ. അങ്ങനെ 2 ഭാഗത്ത് കെട്ടി ഓള് സ്കൂളിൽ പോവാണ്. പിന്നെ വണ്ടി നമ്മുടെ മുറ്റത്ത് വരില്ല, കുറച്ച് അങ്ങോട്ട് ആണ് വരിക. അപ്പോൾ അങ്ങോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇക്ക എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക അങ്ങോട്ട് കൊണ്ടായി കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ബ്രേക്ക്ഫാസ്റ്റുള്ള കാര്യങ്ങൾ നോക്കണം. ഞാൻ തലേന്ന് ഗ്രീൻ പീസൊക്കെ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കുക്കറിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ റൂമിൽ വന്നിട്ട് ബെഡ്ഷീറ്റും ഇതുമൊക്കെ ഒന്ന് വിരിച്ച് വെക്കും. അതാണ് ഇനി അടുത്ത പണി. അപ്പോഴേക്ക് ഹർഷാദൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹർഷാദൊക്കെ ചായ കുടിച്ചു. അപ്പോൾ ഉമ്മയില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഞാൻ ലോണ്ട്രി ആ പണി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, അലക്കൽ. അത് ഉമ്മ വന്നിട്ട് പിറ്റേന്ന് ചെയ്യാമെന്ന് ചോദിച്ച്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ്. പൂരി ഞാൻ തലേന്ന്
പിന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ എടുത്തിട്ട് പുറത്ത് വെച്ചു. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പൂരിയും ഗ്രീൻ പീസ് കറി നല്ലൊരു കോമ്പിനേഷനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാഗി ഉണ്ടാക്കി കൊടുത്തു. പൂരി ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്ക്. അങ്ങനെ പൂരിയും റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ ഗ്രീൻ പീസിലേക്ക് കുറച്ച് തേങ്ങ ചിരകി അരക്കണം. അത് കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് താളിച്ചൊഴിച്ച് പിന്നെ അതൊന്ന് തിളക്കണം. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു തലേന്നത്തെ, അതിലും കുറച്ച് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പുറത്തെ പണിയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അലക്കലും അതുപോലെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് തറവാട്ടിലേക്ക് പോകണം. തറവാട്ടിൽ ഉമ്മാമ്മൻ്റെ ആണ്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ രണ്ടാളും റെഡിയായി പോവാണ്. അപ്പോൾ ഈ ഒരു മാക്സി ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനവിടെ താഴെ കൊടുക്കാം കേട്ടോ. മീഷോന്ന് വാങ്ങിയ ഡ്രസ്സാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇടുന്നത്, വീഡിയോക്ക് വേണ്ടി എടുത്തിട്ട് പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ പുറത്ത് പോകുമ്പോൾ ഇടുന്നത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അന്ന് വണ്ടി ഉണ്ടായിട്ടില്ല, ഒക്കെ എവിടെയോ പോയിട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ കുറച്ച് നടന്നു. ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടുന്ന നേരെ നടന്നു. പിന്നെ ഓട്ടോ കിട്ടി. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി ഓട്ടോ പോകണം കേട്ടോ. അങ്ങനെ മൂപ്പര് എന്നെ എൻ്റെ തറവാട്ടിൽ വിട്ട് വന്നിട്ട് അവർ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ തറവാട്. കണ്ണൂർ വേങ്ങാടെന്ന് പറയും. ഒരു വയലിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം വയലിലൂട്ട് കുറച്ച് നടക്കണം. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴേക്ക്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഭയങ്കര തിരക്കും ആളും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അവർ ഫ്രൂട്ട്സൊക്കെ തിന്നാണ്. പിന്നെ ആണുങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ വട്ടത്തിലിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ആ ഒരു വൈബൊക്കെ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ ഫുഡ് കഴിക്കലാണ് എല്ലാവരും. കുറേ കാലമായി എല്ലാവരും കാണാത്തത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ബീഫ് ബിരിയാണിയും അച്ചാറും തൈരും എല്ലാം കൂടി തിന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഞാൻ പ്രഗ്നൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവിടെ നിന്ന് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. എൻ്റെ തറവാട്ടിൻ്റെ അടുത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ചു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. മക്കൾ വരുമ്പോഴേക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം. അപ്പോൾ ഉമ്മ ചിലപ്പോൾ എത്താൻ ലേറ്റാവും തറവാട്ടിൽ നിന്ന്. അപ്പോൾ ഉമ്മ തറവാട്ടിൽ പോയിട്ടാണുള്ളത്. അങ്ങനെ ഞാൻ സ്കൂട്ടറുമ്പിലാണ് പോകുന്നത്. ഹെൽമെറ്റ് ഇടലില്ല, ആദ്യമായിട്ടാണ് ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, തലവേദന ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.